രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം വന്യാനിച അഗ്രതസ്തേ ഗമിഷ്യാമി പന്ഥാനം തവ ദർശയൻ. താൻ എന്താ ചെയ്യുന്നത്, ചെയ്യാൻ പോകുന്നത് എന്ന് ലക്ഷ്മണൻ രാമനോട് പറയാണ്. അല്ലയോ രാമ, ഞാൻ മുന്നാലെ നടക്കും. എന്തു ചെയ്തുകൊണ്ട്? അങ്ങ് വരേണ്ടതായ മാർഗം കാട്ടിക്കൊണ്ട്. അഗ്രതസ്തേ ഗമിഷ്യാമി, മുന്നാലെ ഞാൻ നടക്കും. പന്ഥാനം തവ ദർശയൻ, അങ്ങയുടെ മാർഗം കാട്ടിക്കൊടുത്തുകൊണ്ട്. എങ്ങനെ? ധനുരാതായ സഗുണം, വില്ല് ഞാൻ എന്തിയിട്ടുണ്ടാകും. എങ്ങനെയുള്ള വില്ല്? ഞാണ് വലിച്ച് മുറുക്കി കെട്ടിയിരിക്കുന്നതായ വില്ല്, എപ്പോഴും യുദ്ധസജ്ജമായിരിക്കുന്ന വില്ല്. അങ്ങനെയുള്ള വില്ലും എന്തിക്കൊണ്ട് നിറയെ അമ്പുകളുള്ളതായ ആവനാഴിയും അതേപോലെ തന്നെ വാളും എല്ലാം ധരിച്ചുകൊണ്ട്, അല്ലയോ രാമ, അങ്ങയ്ക്ക് വഴികാട്ടിക്കൊണ്ട് ഞാൻ അങ്ങയുടെ മുന്നാലെ നടക്കും. എപ്പോഴും അങ്ങയ്ക്ക് സുരക്ഷാ കവചം ഒരുക്കിക്കൊണ്ട് ഈ ലക്ഷ്മണൻ കൂടെ ഉണ്ടാകും. ഇവിടെ ലക്ഷ്മണൻ പറയുന്നത് ഞാൻ മുന്നാലെ നടക്കും എന്നാണ്. ഇതിനകത്ത് വേദാന്ത ശാസ്ത്രം ഭംഗിയായിട്ട് ഉൾക്കൊള്ളിച്ചു വച്ചിരിക്കുന്നു. വാൽമീകി രാമായണത്തിന് അനേകം അർത്ഥതലങ്ങളുണ്ട്, നേരത്തെ പറഞ്ഞു. വാൽമീകി രാമായണത്തിലെ ഓരോ ശ്ലോകത്തിനുമുണ്ട് ഈ വിഭിന്നമായിരിക്കുന്ന അർത്ഥതലങ്ങൾ. ഭൗതികമായ അർത്ഥതലമുണ്ട്, ആധിദൈവികമായ അർത്ഥതലമുണ്ട്, അധ്യാത്മമായ അർത്ഥതലമുണ്ട്. അങ്ങനെ പരമാത്മാ തലത്തിലുള്ളതായ ഔപനിഷദികമായ അർത്ഥമുണ്ട്. ഇവിടെ ഈ അർത്ഥങ്ങളെല്ലാം ഇതിലെ ഓരോ ശ്ലോകത്തിലും യോജിക്കുമെന്നറിയണം. നേരത്തെ 1-2 ഘട്ടങ്ങളിൽ മാത്രം അത് സൂചിപ്പിച്ചു. കാരണം സമയം എന്നുള്ളത് വളരെയേറെ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രം വലുതായ ഗ്രന്ഥം 24,000 ശ്ലോകങ്ങൾ അഥവാ 24,000 ഗ്രന്ഥങ്ങൾ, വളരെ വിപുലമായ കാവ്യം, 1000 ആണ്ടുകൾ മുമ്പുണ്ടായ കാവ്യം, ഒരുപക്ഷെ അനേക ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായതായ കാവ്യം, കാലാതീതമായിട്ട് ദേശാതീതമായിട്ട് ഭാരതത്തിന്റെ സംസ്കൃതിയെ സജീവത്തായിട്ട് നമുക്ക് നിലനിർത്തി തരുന്ന കാവ്യം. ആ കാവ്യത്തെ അടുത്ത് പഠിക്കാനാണ്, അങ്ങനെ നമ്മുടെ സ്വന്തം പാരമ്പര്യത്തെ, ഭാരതീയ സംസ്കൃതിയെ അടുത്ത് പഠിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും ശ്ലോകങ്ങൾ നമുക്ക് പിന്തുടരേണ്ടതായിട്ടുള്ളത് കൊണ്ട് വളരെയേറെ ശ്ലോകങ്ങളും ചിലയിടങ്ങളിൽ സർഗങ്ങളും ഒക്കെ വിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഇതുവരെ എത്തിയത്. എന്നാൽ പോലും മുഖ്യമായിട്ടുള്ളതെല്ലാം സ്പർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ചില ഘട്ടങ്ങളിലെങ്കിലും അതിന്റെ ചില അർത്ഥങ്ങൾ പറയാതെ തരമില്ല. അതുകൊണ്ട് മാത്രം സൂചിപ്പിക്കുകയാണ്, അധ്യാത്മമായിട്ട് ശ്രീരാമൻ പരമാത്മാവാണ്, സീതാദേവി മഹാമായി, ലക്ഷ്മണൻ ആ മഹാമായയിൽ ഉള്ള പരമാത്മ പ്രതിബിംബമാണ്. അതാണ് ജീവാത്മാവ്. നമ്മുടെ ഈ ജീവിതം, ഈ പ്രപഞ്ചം, നമ്മുടെ ജീവിതത്തിന്റെ വേദി, രംഗവേദി, ഇതാണ് കാട്, കാനനം. സുഖവും ദുഃഖവും, ലാഭവും നഷ്ടവും, ഭയവും കഷ്ടപ്പാടും എല്ലാം ഇവിടെ ഉണ്ട്. ഇതെല്ലാം നിറഞ്ഞതാണിത്. അങ്ങനെ പല പ്രകാരത്തിലുള്ളതായ അനുഭവങ്ങളെ തരുന്നതായ ഈ ലോകം, അത് വിപിനമാണ്, കാടാണ്. ആ കാട്ടിലേക്ക് പരമാത്മാവ് എങ്ങനെയാ പ്രവേശിക്കുക? ഈ കാട് മായാമയമാണ്. സീതയാകുന്ന മഹാമായയുടെ നിർമ്മിതിയാണ് ഈ ലോകം. സീത മഹാമായ, പരമാത്മാവ് സീതയിലൂടെ
ഈ ലോകത്തെ മുഴുവൻ നിർമ്മിക്കുന്നു. ലോകത്തെ നിർമ്മിക്കുക എന്നുള്ള പ്രക്രിയ ചെയ്യുന്നത് പോലും സീതയാണ്. പരമാത്മാവിന്റെ സാന്നിധ്യത്താൽ, പരമാത്മാവിന്റെ സങ്കല്പത്താൽ സീത പ്രപഞ്ചത്തെ നിർമ്മിക്കുന്നു. സീതയ്ക്ക് അതിനുവേണ്ടിയുള്ള എല്ലാ ശക്തിയും, എല്ലാ ജ്ഞാനവും, എല്ലാ സൗകര്യവും നൽകുന്നത് പരമാത്മാവാണ്. പരമാത്മാവിനെ വിട്ട് സീതയില്ല. സീത എന്നുള്ള മൂലപ്രകൃതിയില്ല, അഥവാ മഹാമായയില്ല. സീതയെ വിട്ട് പരമാത്മാവും ഇല്ല ഈ പ്രപഞ്ചത്തിൽ. അങ്ങനെ ഈ ജഗത്തില് ജീവിക്കുന്ന ജീവൻ അത് പരമാത്മാവിന്റെ പ്രതീകമാണ്. സീത എന്നുള്ള മഹാമായയില് പ്രതിബിംബിച്ച പരമാത്മാവ് അതാണ് ജീവൻ. സീതയുടെ ഓരോ അംശത്തിലും പ്രതിബിംബിച്ച പരമാത്മാവ് അതാണ് ജീവൻ. മഴക്കാലത്ത് നേരം പുലരുമ്പോഴേക്കും നമ്മുടെ വീട്ടിന്റെ മുന്നിൽ ധാരാളം ഇലകളുള്ളതായ ഒരു ചെടിയുണ്ടെങ്കിൽ അതിലെ ഇലകളുടെ തുമ്പുകളിലെല്ലാം വെള്ളം ഇങ്ങനെ തുള്ളികളായിട്ട് പറ്റി നിൽക്കും. നല്ലൊരു ചെമ്പരത്തി ചെടി പടർന്ന് തഴച്ചു നിൽക്കുന്ന ഒരു ചെമ്പരത്തി നമ്മുടെ വീട്ടിന്റെ മുറ്റത്തുണ്ടെങ്കിൽ നമുക്ക് കാണാം. ചെമ്പരത്തിയുടെ ഇലയുടെ പ്രത്യേകത അറിയുമല്ലോ. അതിങ്ങനെ ധാരാളം ഇങ്ങനെ അരം പോലുള്ള അതിന്റെ വശത്തോട് കൂടിയതാണ്. അവിടെ എല്ലാം ജലബിന്ദുക്കൾ ഇങ്ങനെ പറ്റി നിൽക്കും. കിഴക്കുദിക്കുന്ന സൂര്യന്റെ കിരണം ഈ ഇലകളിലൂടെ, ആയിരം ഇലകളിൽ കൂടി, ആ ഇലകളിലെല്ലാം തങ്ങി നിൽക്കുന്ന ജലബിന്ദുക്കളിലൂടെ കടന്നു വരുമ്പോഴേക്കും എത്ര മനോഹരമാണ് അതിന്റെ ദർശനം. അപ്പോ ഓരോ ജലബിന്ദുവിലും ഓരോ സൂര്യൻ ഉദിച്ചതായിട്ട് നമുക്ക് തോന്നും. ഒരേ ജലബിന്ദുവിൽ തന്നെ നമ്മുടെ നോട്ടത്തിന്റെ ആ ചരിവ്, ആംഗിള് മാറുന്നതിനനുസരിച്ചിട്ട് പല വർണ്ണങ്ങൾ കാണപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ജലബിന്ദുക്കളില്, ആയിരം ജലബിന്ദുക്കളില് പ്രതിബിംബിച്ചിരിക്കുന്ന ഏകനായ സൂര്യൻ, അതാണ് നമ്മൾ ഈ ജഗത്തിന്റെ സൃഷ്ടിക്രമത്തിൽ കാണുന്നത്. ആ സൂര്യൻ ഇങ്ങനെ ജലബിന്ദുക്കളിൽ പ്രതിബിംബിച്ചു നിൽക്കുന്നു. അതിനെയാണ് ജീവൻ എന്ന് പറയുക. സൂര്യൻ പരമാത്മാവ്, ജലബിന്ദു സീത അഥവാ മഹാമായ, ആ ജലബിന്ദുവിൽ കാണുന്ന പരമാത്മ പ്രതിബിംബം അതാണ് ജീവാത്മാവ്. ആ ജീവാത്മാവാണ് ഈ ജഗത്തിൽ മുന്നിൽ നിൽക്കുന്നത്. പരമാത്മാവ് പിന്നിലാണ്. നമുക്ക് കണ്ണു തുറന്ന് പരമാത്മാവിനെ കാണാൻ പറ്റൂല. എന്ന് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ന് അറിയുന്നത് ആരെയാണ്? ഈ ജീവാത്മാവിനെയാണ് അറിയുന്നത്. പരമാത്മാവിനെ അറിയണമെങ്കിൽ സാധനകൾ അനുഷ്ഠിച്ചിട്ട് ഉള്ളിലേക്ക് ചെല്ലണം. മായയെ പോലും അതിലംഘിക്കണം. അപ്പോഴേ പരമാത്മാവിനെ അറിയാനാകുള്ളൂ. അതുവരെ ഞാനെന്ന് അറിയുന്നുണ്ട് നമ്മെ, അത് ജീവാത്മാവിനെയാണ് അറിയുന്നത്. അങ്ങനെ ഈ ലോകത്തിലെ, ലോക ജീവിതത്തിലെ, ലോക അനുഭവത്തിലെ മുന്നിൽ നിൽക്കുന്നത് ജീവനാണ്, അഥവാ ലക്ഷ്മണനാണ്. അതാണ് ഞാൻ മുന്നാലെ നടക്കും ഈ ലോകത്തിൽ. അങ്ങേക്ക് വഴി കാട്ടിക്കൊണ്ട് ഞാൻ മുന്നാലെ നടക്കും, അങ്ങ് പിന്നാലെ വരണം. ഈ ലോകത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഉപകരണങ്ങൾ, അതാണ് ആയുധങ്ങൾ. അത് യുദ്ധത്തിന് വേണ്ടിയുള്ള ആയുധങ്ങളുണ്ട്, കൃഷിക്ക് വേണ്ടിയുള്ള ആയുധങ്ങളുണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ആയുധങ്ങളുണ്ട്, വിവിധ തൊഴിലുകൾ ചെയ്യാൻ വേണ്ടിയുള്ള ആയുധങ്ങളുണ്ട്. അതെല്ലാം ഈ വില്ലിലും ആവനാഴിയിലും ഉൾക്കൊള്ളിച്ചു വച്ചിരിക്കുന്നു. ഞാൻ വില്ലുമെടുത്ത് ആവനാഴിയും വാളുമൊക്കെ ധരിച്ച് അങ്ങയുടെ മുന്നാലെ നടക്കുന്നല്ലേ പറഞ്ഞ്. ഈ ലോകത്തിൽ ഓരോരുത്തരും ചെയ്യേണ്ടത് ഓരോരോ കർമ്മങ്ങളാണ്. ഓരോരുത്തരുടെയും കർമ്മമണ്ഡലം പലതാണ്. അതിനനുസരിച്ചുള്ളതായ ഉപകരണങ്ങൾ, അതാണ് പണിയായുധങ്ങൾ. അതും എന്തിക്കൊണ്ട് ജീവൻ മുന്നാലെ നടക്കുന്നു. ഏറ്റവും പിന്നില് പരമാത്മാവ്. ജീവന് പോലും സാധനാബലം നേടിയില്ലെങ്കിൽ കാണാൻ കഴിയാത്തതായ പരമാത്മാവ് ഏറ്റവും പിന്നിൽ. രണ്ടുപേർക്കും ഇടയ്ക്കായിട്ട് മഹാമായ എന്ന സീത. ഇങ്ങനെയാണ് കാട്ടിലൂടെയുള്ള യാത്ര. സീത രാമനോട് പറഞ്ഞതും അങ്ങനെയാണല്ലോ. മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ ബദ, പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവൻ. ഈ വനത്തില്, ഈ പ്രപഞ്ചത്തില് ഞാൻ മുന്നാലെ നടക്കും. പരമാത്മാവിന്റെ മുന്നിൽ സീത മഹാമായ, ആ സീതയുടെ മുന്നിൽ ജീവാത്മാവ്. ഈ സീത എന്നുള്ള ആ മഹാമായ അഥവാ മൂലപ്രകൃതിയില് ഉണ്ടായിരിക്കുന്ന പരമാത്മ പ്രതിബിംബം.
അതാണ് നാമാകുന്ന ജീവാത്മാവ് എന്ന ലക്ഷ്മണൻ. അതാണ് ലക്ഷ്മണൻ പറഞ്ഞത്, അഗ്രതസ്ഥേ ഗമിഷ്യാമി പന്ഥാനം തവദർശയൻ. വില്ലും അമ്പും വാളും എല്ലാം ധരിച്ച്, അല്ലയോ രാമ, അങ്ങയ്ക്ക് ഈ കാട്ടിലൂടെയുള്ളതായ വഴി കാട്ടിക്കൊണ്ട് ഞാൻ മുന്നാലെ നടക്കും. ആഹരിഷ്യാമിതേ നിത്യം മൂലാനിച്ച ഫലാനിച്ച. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ദിവസവും ഈ കാട്ടിലുള്ള വൃക്ഷങ്ങളിൽ നല്ല നല്ല മധുരങ്ങളായിരിക്കുന്ന പഴങ്ങൾ കൊണ്ടുവരും. അതേപോലെ തന്നെ കാട്ടിൽ നിന്ന് ലഭിക്കുന്നതായ കിഴങ്ങുകൾ കൊണ്ടുവരും. എന്ന് മാത്രമല്ല, കാട്ടരുവിയിലെ ജലവും അങ്ങയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്, അല്ലയോ രാമ, ഞാൻ എടുത്തു കൊണ്ടുവരും. പിന്നെ എന്തെന്തൊക്കെ ഈ കാനനത്തിൽ നിന്ന് അങ്ങയ്ക്ക് ആവശ്യമുള്ള പദാർത്ഥങ്ങളുണ്ടോ അതെല്ലാം ഞാൻ എത്തിക്കും. വന്യാനിച്ച തഥാന്യാനി സ്വാഹാർഹാണി തപസ്വിനാം. തപസ്വികൾക്ക് ഹോമാദികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദാർത്ഥങ്ങൾ ഈ കാട്ടിൽ നിന്നാണല്ലോ ലഭിക്കുക. അതാണ് സ്വാഹാർഹാണി. ദേവന് നൽകാൻ വേണ്ടിയിട്ടുള്ള പൂജാദ്രവ്യങ്ങളാണ്. അത് ഈ വനത്തിൽ നിന്ന് ലഭിക്കും. അങ്ങ് കാനനത്തിൽ വെച്ച് ഹോമാദികൾ ചെയ്യുമ്പോഴേക്കും അതിനു വേണ്ടിയിട്ടുള്ള പൂജാദ്രവ്യങ്ങളെല്ലാം എന്തൊക്കെയാണോ വേണ്ടത് അത് മുഴുവൻ ഞാൻ ഈ വനത്തിൽ നിന്നിട്ട് ശേഖരിച്ച് അങ്ങയ്ക്ക് കൊണ്ടുവരും. അങ്ങയെ നിരന്തരം ഞാൻ ഈ പ്രകാരത്തിൽ സേവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങ് ഭവാൻസ്തു സഹവൈദേഹ്യ ഗിരി സാനുഷരംസ്യസേ. അല്ലയോ ശ്രീരാമചന്ദ്ര, അങ്ങ് സീതാദേവിയോടൊപ്പം ഈ പർവ്വതത്തിന്റെ ചരിവുകളില്, മനോഹരങ്ങളായ പർവ്വതങ്ങളെ കൊണ്ട് നിറഞ്ഞ കാടുകളെ കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശങ്ങളിൽ അങ്ങ് സുഖമായിട്ട് സന്തോഷത്തോടുകൂടിയിട്ട് വസിക്കും. ഞാനാകട്ടെ അഹം സർവം കരിഷ്യാമി ജാഗ്രത സ്വപതസ്ഥത്തെ. അങ്ങ് ഉണർന്നിരിക്കുമ്പോഴും അങ്ങ് ഉറങ്ങുമ്പോഴും അങ്ങേക്ക് വേണ്ടുന്നതെല്ലാം, അല്ലയോ രാമ, ഞാൻ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കും.